നമസ്കാരം. ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താതെ തന്നെ പരിചയമുണ്ടാകും. സവാദ്. ഒന്ന് രണ്ട് തവണ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോയിട്ടുള്ള മുഖമാണ്. അത്യാവശ്യം നല്ല പ്രശ്നക്കാരനാണ്. ബസ്സിൽ കയറുക, പെൺപിള്ളാരെ കാണുമ്പോൾ ഇവന് ചെറിയ സൂക്കേട് കൂടും. അപ്പോൾ പെൺപിള്ളാരുടെ മുമ്പിൽ നിന്ന് തോന്നിവാസം കാണിക്കുക, അതാണ് ഇവന്റെ സ്ഥിരം പരിപാടി. 2 തവണ ഇവനെ പോലീസ് ഒരേ കാരണത്താൽ അറസ്റ്റ് ചെയ്തതാണ്. രണ്ട് ടൈം പീരീഡിലാണ്. ആദ്യം ഇവന്റെ മുഖം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുന്നത് മസ്താനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴാണ്. അവളോട് വൃത്തികേട് കാണിച്ചു. ബസ്സിലിരിക്കുമ്പോൾ മാത്രമേ ഇവന് തോന്നത്തുള്ളൂ ഈ വൃത്തികേട് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് ഇവനായിരുന്നു. വീഡിയോ ഉണ്ടായിട്ടും റിയാക്ട് ചെയ്തിട്ടും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് ഈ പർട്ടിക്കുലർ വ്യക്തിക്കാണ്. അതിന് കാരണം മസ്താനി ഒരു മോഡലാണ്. അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ ആണുങ്ങളുമായിട്ട് ഫോട്ടോയൊക്കെ ഇട്ടേക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവൾക്ക് അഹങ്കാരമാണ്, അവൾ മനഃപൂർവ്വം ഇവനെ കുടുക്കിയതാണ് എന്നുള്ള രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ടും ചർച്ച. അതുകൊണ്ട് തന്നെ ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇവനെ പൂമാലയിട്ട് സ്വീകരിക്കാൻ വരെ ആൾക്കാരുണ്ടായിരുന്നു. പൂമാലയിട്ട് സ്വീകരിക്കുന്നു, ഇവനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, എന്തൊക്കെയായിരുന്നു പുകില്. അതിനുശേഷം പിന്നെയും കുറച്ച് കഴിഞ്ഞ് ഇവന്റെ പേരിൽ വീണ്ടും കേസ്. ആ സമയത്ത് മസ്താനിയല്ല, വേറൊരു പെൺകുട്ടിയാണ് ഇര. അപ്പോൾ ഇവൻ പിന്നെയും അതേ പരിപാടി തന്നെ കാണിച്ചു. അപ്പം 2 തവണ ഒരേ കാരണത്താൽ അറസ്റ്റ് ചെയ്തിട്ടും ഇപ്പോഴും ഇവൻ ഇതേ പരിപാടി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും KSRTC ബസ് തേടി പോകുന്ന സവാദിന്റെ വീഡിയോ വൈറലാണ്. നമുക്കതൊന്ന് കാണാം. വീണ്ടും നിങ്ങളോ? നീ ഏതൊരു സർവേശാ? നേരത്തെ ഒരു ബസ്സിന്റെ അകത്തൊരു വെണ്ടെടുത്തിരുന്നാണ് നീ ഇറങ്ങിപ്പോയത്. ആൾക്കാർ സൂക്ഷിച്ചോണം, അവനെ നോക്കിക്കോണം. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലേക്ക് കണ്ടിരിക്കുക. പൊന്നു പോണേ നിന്നെ ബസ് സ്റ്റാൻഡിൽ കണ്ട. ഇത്രയൊക്കെ ആയിട്ടും ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കാരണം ഇതുപോലുള്ള ഞരമ്പ് രോഗികളെ സപ്പോർട്ട് ചെയ്യാനാണ് കൂടുതൽ ആൾക്കാർ. കാരണം ഇത്തരം ആൾക്കാർ ഉൾപ്പെട്ടിട്ടുള്ള കേസിൽ ആ പെൺകുട്ടിയെ ആയിരിക്കും ആദ്യം ആൾക്കാർ നോക്കുന്നത്. ഈവൻ വലിയ കേസുകളിൽ പോലും ആ പെൺകുട്ടിയെ നോക്കും. ആ പെൺകുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ്, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ആ പെൺകുട്ടിയുടെ ജോലി എങ്ങനെയാണ്, വസ്ത്രധാരണം എങ്ങനെയാണ്, പെരുമാറ്റം എങ്ങനെയാണ്, സംസാരം എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യത്തുള്ളല്ലോ. ആദ്യത്തെ സമയത്ത് മസ്താനി ആയതുകൊണ്ട് തന്നെ മസ്താനി കുറച്ച് അഹങ്കാരിയാണ്, മസ്താനിക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, മസ്താനിക്ക് ഒരുപാട് ആണുങ്ങളുമായിട്ട് സൗഹൃദമുണ്ട്, മസ്താനി മോഡലാണ്, എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കും. ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് മസ്താനിയുടെ ക്യാരക്ടർ അസാസിനേഷൻ ആയിരുന്നു ആൾക്കാർ നടത്തിക്കൊണ്ടിരുന്നത്, ഇവന്റെ അല്ല. അതുകൊണ്ട് തന്നെ ഇവൻ അതൊരു ബലമായി. രണ്ടാമതും ഇതേ കാര്യം തന്നെ തുടർന്നു. ഇവൻ ഇതേ കാര്യം തന്നെ തുടർന്നിട്ടും ഇപ്പോഴും ഇവനെ പോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു കാര്യം. മാത്രമല്ല, ഒരേ കാരണത്താൽ 2 തവണ അറസ്റ്റ് ചെയ്തിട്ടും ഇവന് ശരിയായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ നിയമത്തിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് ഇത്തരക്കാര് പിന്നെയും ഇതേ പരിപാടി തുടരുന്നത്. അപ്പം ചില ആൾക്കാർ പറയും, ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയും, അവൻ എന്താ KSRTC ബസ്സിൽ സഞ്ചരിച്ചൂടെ, അവൻ KSRTC ബസ്സിൽ പോയാൽ എന്താണ് കുഴപ്പം? ഇവരെ പോലെയുള്ളവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ശിക്ഷ കിട്ടിയിട്ടില്ല. ശിക്ഷ കിട്ടാത്ത ആൾക്കാർക്ക് പിന്നെയും ഇവർ ചെയ്ത തെറ്റ് ആവർത്തിക്കാനുള്ളൊരു ത്വര കാണും ഉള്ളിൽ. അപ്പൊ ശിക്ഷ നല്ല രീതിയിൽ കിട്ടി മാനസാന്തരം വന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, അവനൊരു അവസരം കൊടുത്തൂടെ, അല്ലെങ്കിൽ അവൻ KSRTC ബസ്സിൽ സഞ്ചരിച്ചോട്ടെ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു മാനസാന്തരം സംഭവിച്ചിട്ടില്ല. 1 തവണ അറസ്റ്റിലായി ജയിലിൽ പോയി തിരിച്ചിറങ്ങിയിട്ടും പിന്നെയും അവൻ അത് ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ ഉള്ളിൽ ഈ ഒരു അസുഖമുണ്ട്, ഒരു തരത്തിലുള്ളൊരു രോഗമുണ്ട്. അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഉണർന്നുണർന്നു വരും. അത്തരക്കാർക്ക് ശരിയായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. അത്തരക്കാരെ സമൂഹം സപ്പോർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരുടെ എണ്ണം നമ്മുടെ ഈ ഒരു സ്ഥലത്ത് കൂടും. പിന്നെ ആൾക്കാർക്ക് സുഖമായിട്ട് എവിടെയും കയറി നടന്ന് എന്തും ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിട്ട് മാറും. അപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ സംഭവിക്കരുത് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടരുത്. പക്ഷെ നിരപരാധി ആയിരുന്നു എന്നുണ്ടെങ്കിൽ 2 തവണ ഒരേ കാരണത്താൽ അറസ്റ്റിലാവില്ലായിരുന്നു. ആദ്യത്തെ കേസിൽ, മസ്താനിയുടെ കേസിൽ സവാദ് എന്ന് പറയുന്ന വ്യക്തി നിരപരാധി ആയിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടാമതും അവന്റെ പേരിൽ കേസ് വരില്ലായിരുന്നു.
2 തവണ ഒരേ കാരണത്താൽ കേസ് വന്നിട്ടും മൂന്നാമതും ഇതുപോലെ KSRTC ബസ് അന്വേഷിച്ച് ഇവൻ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ നിരപരാധിയാണെന്ന് പറയാൻ വേണ്ടി സാധിക്കുമോ? പറ്റത്തില്ല. അവൻ അപരാധി തന്നെയാണ്. അപ്പോൾ ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്യാനാണ് സമൂഹത്തിൽ ആൾക്കാർക്ക് കൂടുതലും ത്വര. എപ്പോഴും ഒരു സ്ത്രീ ഉപദ്രവിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, വസ്ത്രധാരണം എങ്ങനെയാണ് എന്നൊക്കെ അനുസരിച്ച് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഒരു സ്ത്രീയുടെ വസ്ത്രം, അവളുടെ ആറ്റിറ്റ്യൂഡ്, അവളുടെ ക്യാരക്ടർ, അവളുടെ സംസാര രീതി, സ്വഭാവം എന്നൊക്കെയുള്ളത് ആ സ്ത്രീയെ അങ്ങോട്ട് പോയി ഉപദ്രവിക്കാനുള്ള ഒരു സിമ്പൽ അല്ല, അതിനുള്ള ഒരു ഇതല്ല എന്ന് ആൾക്കാർ മനസ്സിലാക്കുക. ഏത് വ്യക്തിയാണെങ്കിലും അവരുടെ ഇഷ്ടാനുസരണം ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവളുടെ ശരീരത്തിലേക്ക് അങ്ങോട്ട് കയറി പോയി ആധിപത്യം സ്ഥാപിക്കാനോ ആർക്കും, ഒരു പുരുഷനും അവകാശമില്ല, ആർക്കും അവകാശമില്ല. അത്തരത്തിലൊരു പുരുഷൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ സമൂഹം ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടത്.